വലിയ കുടുംബശ്രീക്കാരിയൊക്കെയാ. കുറെ കാർഡല്ലാതെ 10 പൈസയില്ല. അവിടെ ഒന്നും തപ്പിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്ത് കിട്ടുന്ന കാര്യമാണ് നീ പറയുന്നത്? പിന്നെ നിങ്ങൾ എന്താ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു ഉടുപ്പ് തപ്പിക്കൊണ്ടിരിക്കുക. വെള്ളയിൽ കറുത്ത പുള്ളിയുള്ള ഉടുപ്പ് കാണുന്നില്ല. പൈസക്ക് ആവശ്യമുണ്ടാ? ആവശ്യമുണ്ടെങ്കിൽ നീ തരൂ. പിന്നല്ലാണ്ട് അതൊരു ചോദ്യ? ഞാൻ തരും. സത്യം? ആ സത്യമായിട്ടും. സത്യമായിട്ടും? സത്യമായിട്ടും തരും. എത്ര രൂപ തരും? അല്ല, നിങ്ങൾക്ക് എത്ര പൈസയാ വേണ്ടേ? എനിക്കൊരു 2000 രൂപയുടെ ആവശ്യം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ 2000 രൂപയില്ല. ഞാൻ കുടുംബശ്രീന്ന് മേടിച്ചു തരും. ശരിക്കും? മേടിച്ചു തരും. പറ്റിക്കരുത്. ഞാൻ വാങ്ങി തരും. ആ, എന്നാ വിശ്വസിക്കാത്തേ? അല്ല, നീ സാധാരണ ഞാൻ പൈസ ചോദിക്കുന്ന സമയത്ത് നീ പൈസ തരില്ല എന്ന് മാത്രമല്ല, എൻ്റെ വല്ലോണ്ടേ അതും കൂടെ എടുത്തുകൊണ്ട് പോവാ മതി. ഇപ്പം തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ടാ. അത് ഞാൻ ഇപ്പം സ്നേഹത്തോടെ തരുന്നതല്ലേ നിങ്ങൾക്ക്? അല്ലേ ആ പൈസ? അപ്പം നിങ്ങൾ എനിക്ക് തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഉറപ്പായിട്ട് തിരിച്ചു തരും. സത്യമായിട്ട് ഞാൻ തിരിച്ചു തരുവേ. അപ്പം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മേടിച്ചു തരും. എന്ത് പറ്റി അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരെ? ഞാൻ ഇന്നോട്ട് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന നല്ല ഭാര്യയാകാൻ തീരുമാനിച്ചു. ആ, അപ്പോ ഒന്നുമില്ല, അങ്ങനെ തീരുമാനിച്ചു ഞാൻ. ഓ, ഭയങ്കരം തന്നെ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ? പിന്നെ ആ, അതുപോലെ ഈ വീട്ടിലെല്ലാവരും ഞാൻ സന്തോഷിപ്പിക്കാൻ പോവാ. ഈ വീട്ടിലുള്ള എല്ലാവരെയും? എല്ലാവരും എന്ന് പറയുമ്പം അമ്മയും എൻ്റെ പെങ്ങളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുവോ? പിന്നെ അവർ ഈ വീട്ടിലുള്ള ആൾക്കാരല്ലേ? അല്ല, ഈ അമ്മയും സരിതയാണല്ലോ നിന്റെ ആജീവനാന്ത ശത്രുക്കള്. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ശത്രുക്കളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ശരിക്കും? അടിപൊളി. ഈ പിന്നെ എല്ലാവരെയും സന്തോഷം ആക്കുക എന്നുള്ളതാണല്ലോ നിന്റെ ലക്ഷ്യം. ഈ 2000 എന്നുള്ളതൊരു 5000 ആക്കിയാൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം കൂടും. പക്ഷെ അത് പറ്റത്തില്ല. 2000 മേടിച്ചേരാം എന്തായാലും കുടുംബശ്രീന്ന്. ഞാൻ കുടുംബശ്രീ പോയിട്ട് മേടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ നമുക്കത് 5000 ആക്കാം. ഓ, എന്നാ ഞാൻ മേടിച്ചിട്ട് വരാം. ഇവക്കിതെന്ത് പറ്റി? ആദ്യം ഒരു 10000 രൂപ ചോദിക്കായിരുന്നു, എന്നെങ്കിൽ ഒരു 5000 കൊണ്ട കെട്ടായിരുന്നു. 2000 എങ്കിൽ 2000. എടാ, നീ കൊറേ നേരമായാലും നോക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും അറിയോ നിനക്ക്? മിണ്ടാതിരിക്കുക ചേച്ചി, എനിക്ക് കോൺസെൻട്രേഷൻ പോയി. ഞാൻ തുപ്പം കേട്ടോ. എടാ, എനിക്ക് എന്തെങ്കിലും നല്ല കാലം ഉണ്ടാവടാ. ഞാൻ അതായി നോക്കുന്നത്. കാരണം നല്ല കാലം വരുന്നവരെ ചേച്ചിക്ക് ആയുസ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്താണ് അങ്ങനെ? ചേച്ചിക്ക് നേർരേഖ ഇല്ല കയ്യില്. അതുകൊണ്ട് നേർരേഖ ഇല്ലാത്ത മനുഷ്യരുണ്ടോ? അപ്പൊ ഇത് നേർരേഖയല്ലേ? ഈ നേരേഖ മൊത്തം വളഞ്ഞു പോകുന്നത്. ഇത് പറ്റത്തൊന്നുമില്ല. ഇത് ഫുള്ള് ബാഡ് ലക്കാണ്. നീ പാടാറുന്നു, നിനക്കൊരു കുന്തം അറിയില്ല. ഹസ്തരേഖ ശാസ്ത്രം അരച്ച കളയെ കുറിച്ച ആളെ സഞ്ജു കോളേജിൽ എത്ര കമ്പലായിട്ട് ജീവിതം നഷ്ടപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയോ ചേച്ചിക്ക്? ഒന്നും അറിയത്തില്ല പോലും. ശരിക്കും? ആണോ? ആ, നോക്കട്ടെ. എടാ സഞ്ജു, കണ്ടാ കണ്ടാ നീ ഇത് കണ്ടാ? ഇതേ പറഞ്ഞേ. എന്താ? കാരണം ഇതേപോലെ നല്ല കാലം വരുന്നതിന് ഇങ്ങനെ ദുരന്തങ്ങൾ വെച്ചിട്ട് ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കും. അതായി കഴിക്കാത്ത കാണുന്നു. ഞാൻ ദുരന്തമാണോ അവിടെ നിനക്ക്? അച്ഛമ്മ ദുരന്തമെന്നല്ല പറഞ്ഞേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ മധുവിനോട്. അങ്ങനെ വലിയ ഉദാഹരണം ഇങ്ങോട്ട് പറയണ്ട. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ആ, നീ ആ പറമ്പ് വരെ എൻ്റെ കൂടെ ഒന്ന് വന്നേ. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. ബാ. പിന്നെ എന്നെ കൊണ്ടൊന്നും മിണ്ടുന്നില്ല പറമ്പിലോട്ടൊന്നും വരാൻ. നിനക്കെന്താ വന്നാലൊന്നു? അച്ഛമ്മക്ക് വേറെ പണിയൊന്നുമില്ല. ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ? എന്നാ നീ കയറി പോ. ഞാൻ പോവും. വാ അച്ഛമ്മ, ഞാൻ വരാം. വേണ്ട, നീ വരണ്ട. അവൻ വന്നാ മതി. അയ്യേ, ചമ്മിപ്പോയി. എന്താ ഞാൻ വന്നാ കുഴപ്പം? നിനക്ക് തെങ്ങ കയറാൻ അറിയാവോ? ആ, തെങ്ങാറനാണോ? എന്നാ മധുവ ബെസ്റ്റ്. ഇവിടെ മനകരുന്നല്ലേ അമ്മ വിളിക്കുന്നത്. കൊണ്ടോക്കോ. വേണ്ട, വാ വാടാ. നിന്നെ പിന്നെ എന്തിനാടാ ഈ അഗ്രികൾച്ചറോ എന്താണ്ടൊക്കെ പഠിപ്പിച്ചത്? തെങ്ങ കയറാനല്ലേടാ. അച്ഛമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ അഗ്രികൾച്ചർ പഠിച്ചെന്ന് വെച്ച് ഞാൻ കിളയ്ക്കാനും തെങ്ങ കയറാനും ഒന്നും വിളിച്ചോണ്ട് പോകലെന്ന്. അതൊന്നും അല്ല ഞാൻ പഠിച്ചത്. ഇതിലും വേറെ അത് പഠിക്കണായിരുന്നു. അപ്പൊ അച്ഛമ്മക്കെങ്കിലും ഉപകാരം ഉണ്ടായേനെ. നിനക്ക് പഠിക്കായിരുന്നല്ലോ, എന്താ പഠിക്കാനേ? നീ പൊടി. രണ്ടുപേരും ഒന്നും പഠിച്ചിട്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല. രണ്ടും ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? എന്റെ ദൈവമേ, അച്ഛമ്മക്ക് ഇനി ആയുസ് കൊടുത്താൽ മതി ഇങ്ങനെ നോക്കി നടത്താൻ. എടാ, അച്ഛമ്മക്ക് നല്ല ആയുസ് ഉണ്ടാ. അതിന്റെ കയ്യിൽ നല്ല നേർരേഖയുണ്ട്. ആണോ? നീ പഠിച്ചിട്ടുണ്ടോ ഹസ്തരേഖ ശാസ്ത്രം? ഞാൻ പഠിച്ചോളാം. നീ അല്ലേ നേരത്തെ പറഞ്ഞേ? പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന ഡയലോഗ്? നീ തന്നെ
അങ്ങനെയല്ല പറഞ്ഞ നേരെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് നല്ലതെന്നൊക്കെ. പഠിച്ച ആള് പറയുമ്പോ അത് വേറെ, നീ പറഞ്ഞ ചുമ്മാ കണകൂടാ പറയല്ലേ ഇതൊക്കെ. കൈ നോക്കണം വേണ്ട. എന്നാ പോ.